ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ അല്ലേ, ആശ്രയമായി വിളിക്കാനുള്ളതാണ് നമ്മുടെ ഗുരുവായൂരപ്പ സ്വാമി അല്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന വിളിയിൽ സർവം നമ്മൾ മറക്കും അല്ലേ. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ആ ഭഗവത് സന്നിധിയിൽ നിന്ന് കൈകൂപ്പി വണങ്ങി പ്രാർത്ഥിച്ച് അല്ലേ. അങ്ങനെയാണല്ലോ ഭഗവാനെ നമ്മൾ മനസ്സിലിങ്ങനെ ആവാഹിച്ച് ആ ഭഗവത് സങ്കല്പത്തിൽ നമ്മൾ അതിൻ്റെ ആ ആനന്ദകരമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമുക്കെന്ത് ദുരിതങ്ങൾ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകളില്ലേ. നമുക്ക് തരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അവിടുത്തെ പരീക്ഷണങ്ങളാണ് അല്ലേ. നമ്മൾ ദുഃഖങ്ങളിൽ മാത്രമല്ല സുഖങ്ങളിലും അദ്ദേഹത്തെ ഓർക്കുന്നു, ഭഗവാനെ ഓർക്കുന്നു, കൃഷ്ണ ഭഗവാനെ ഓർക്കുന്നു, ഗുരുവായൂരപ്പനെ ഓർക്കുന്നു അല്ലേ. അങ്ങനെയാണല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉണ്ണിയായി, നമ്മുടെ ഉണ്ണികളുടെ കളിക്കൂട്ടുകാരനായി, ഗൃഹനാഥനായി അല്ലേ, നമുക്ക് ജ്യേഷ്ഠനായി പല സന്ദർഭങ്ങളിലും നമ്മളെ താങ്ങിയിട്ടില്ലേ. എൻ്റെ അടുത്ത് ഒരു അമ്മ പറയണ്ടായി, ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഭഗവാനെ വരുന്നത് എന്ന് പ്രാർത്ഥിച്ച്, എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂരൊക്കെ പോന്നു. ആരൊക്കെയാണ് എന്നെ സഹായിച്ചതെന്ന് പറയാൻ കഴിയില്ല. പല പല രൂപങ്ങളിലാണ് ഭഗവാൻ വന്നത് എന്നാണ് പറയുന്നത്. പല പല രൂപങ്ങളിൽ അല്ലേ. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ അനവധി അനവധി രൂപങ്ങളിൽ, അനവധി ഭാവങ്ങളിൽ നിങ്ങളെ കൈപിടിച്ച് സഹായിച്ചിട്ടില്ലേ. പലരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെയുള്ള ഭഗവാന്റെ 4 നാമം നിത്യവും ജപിക്കുക അല്ലേ. ശ്രേഷ്ഠമായ 4 നാമം ജപിക്കുക നിത്യവും. നമുക്ക് 4 നാമം ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഒക്കെ തന്നെയല്ലേ വലിയ കാര്യം. എന്ന് വെച്ച് നമ്മുടെ കർമ്മരംഗങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താതെ ഏത് സമയവും നാമം ജപിക്കണം എന്നല്ല കേട്ടോ പറയണത്. അങ്ങനെയല്ല. പക്ഷെ കഷ്ടകാലം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ മാത്രം നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നിത്യവും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലേ. നന്മ നൽകണേ ഭഗവാനെ, ഐശ്വര്യം നൽകണേ ഭഗവാനെ, ഇത്രയല്ലേ വേണ്ടൂ. നിത്യവും 4 നാമം ജപിക്കുന്ന ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. അങ്ങനെ കൈവിട്ടിട്ടില്ല ഭഗവാൻ അല്ലേ. നിങ്ങൾക്കും അനുഭവങ്ങളില്ലേ, അനവധി അനുഭവങ്ങളില്ലേ. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ് അല്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു സമാധാനമാണ് നമുക്ക് അല്ലേ. നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവീക മൂർത്തികളെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവീക മൂർത്തികളുടെ നാമം ജപിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു മനസമാധാനം അല്ലേ. ചിലവർ ശിവഭഗവാന്റെ ഭക്തരാവും, ചിലവർ വിഷ്ണു ഭഗവാന്റെ ഭക്തരാവും, ചിലവർ മുരുക ഭഗവാന്റെ ഭക്തരാവും, ചിലർ ഗണപതി ഭഗവാന്റെ ഭക്തരാവും, അയ്യപ്പ ഭഗവാന്റെ ഭക്തരാവും, പാർവതീ ദേവിയുടെ, ലക്ഷ്മി ദേവിയുടെ, ഭദ്രകാളിയുടെ ഒക്കെ ഭക്തരുണ്ടാവും. എല്ലാവർക്കും നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് നമ്മളെ ഒരു കൈത്താങ്ങായി വന്ന് താങ്ങുന്ന അല്ലേ, നമ്മളുടെ ഒരു ആപത്തിലും നമ്മളെ പെടുത്താതെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവിക ഭാവത്തെ നമുക്ക് 100% വിശ്വസിച്ച് വിളിക്കാൻ കഴിയുന്നൊരു നാമജപങ്ങളുണ്ടാവും അല്ലേ. നിങ്ങൾ ഏതു ഭഗവാന്റെ നാമജപങ്ങളാണ് നിത്യവും ജപിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടമൂർത്തി ഏതാ അല്ലേ. എൻ്റെ ഇഷ്ടമൂർത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടമൂർത്തികളെക്കുറിച്ച് നിങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അവരുടെ ഏതു നാമങ്ങളാണ് നിങ്ങൾ നിത്യവും ജപിക്കുന്നത് അല്ലേ. അത് പലർക്കും ഒരു വലിയ കാര്യമായിരിക്കും. നമ്മൾ നിത്യവും നാമം ജപിക്കുന്നവർ നമ്മൾ ഏതു നാമങ്ങളാണ് നിത്യവും ജപിക്കുന്നത്, നമുക്കതിൽ നിന്നുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ എന്താ, അനുഭവങ്ങൾ എന്താ, നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചൂടെ. ഞാൻ ജപിക്കുന്ന നാമങ്ങൾ നിങ്ങളുമായിട്ട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല പല ആവശ്യങ്ങൾക്കുമായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതുമാതിരി തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ഉണ്ടാകും അല്ലേ. നാമജപങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് നേടിയെടുത്തിട്ടുള്ള നിങ്ങളെ ഭഗവാൻ കഴിയറിഞ്ഞ് സഹായിച്ച് അനുഗ്രഹിച്ച സന്ദർഭങ്ങളുണ്ടാകും.
അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾക്ക് ഏത് മൂർത്തിയുടെ ആവട്ടെ, ഏത് മൂർത്തിയാണോ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, ഏത് മൂർത്തിയാണോ നിങ്ങൾ കൂടുതൽ ആരാധിക്കുന്നത്, ഉപാസിക്കുന്നത്, ആ മൂർത്തിയുടെ 4 നാമം നിത്യവും ജപിക്കുക. കാലത്തും വൈകിട്ടും നിത്യവും 4 നാമം ജപിക്കുക. ആ മൂർത്തിയുടെ 4 നാമം ജപിക്കുക. അല്ലാണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ ഓടി അമ്പലത്തിൽ പോയിട്ടോ, അല്ലേ 4 നാമം ജപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ എന്താ അങ്ങനെ പറയുന്നത് വെച്ചെങ്കിൽ, എൻ്റെ ഒരു വീഡിയോയിൽ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഞാൻ കുറച്ച് കാണുകയല്ല, അദ്ദേഹം ചോദിക്കേണ്ടായി, ഒരു നാമം ജപിച്ചാൽ സർവ്വ ഐശ്വര്യവും കിട്ടുന്ന നാമജപങ്ങളുണ്ടോ തിരുമേനി? കാരണം നമുക്ക് നമ്മുടെ കർമ്മരംഗങ്ങളിൽ നിന്ന് നമുക്ക് ബാക്കി സമയങ്ങൾ മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഒരു നാമം ജപിച്ച് ഒരു ഒറ്റമൂലിയിൽ അസുഖങ്ങൾ മാറുന്ന എന്ന് പറയുന്നത് പോലെ ഒരു നാമം ജപിച്ചാൽ സർവ്വലോകത്തെ സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങളെന്തിനാണ് ഭഗവാനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നത്? സർവം ഭഗവാനിൽ അർപ്പിച്ച് നിത്യവും നാമം ജപിക്കുന്ന ഒരു വ്യക്തിയെ ആ ഭഗവാൻ കൈവിടുമോ? അദ്ദേഹം കണ്ടറിഞ്ഞ് ആ ഭക്തൻ്റെ ദുരിതങ്ങൾ എന്താ, ദുഃഖങ്ങൾ എന്താ, അതറിഞ്ഞ് പെരുമാറില്ലേ? അതറിഞ്ഞ് വാരിക്കോരി തരില്ലേ ഭഗവാൻ? എന്ത് നൽകുന്നതായാലും ഭഗവത് സന്നിധിയിൽ നമുക്ക് കിട്ടുന്നത് എന്തോ ആയിക്കോട്ടെ, സുഖങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ എന്ത് കിട്ടുന്നതാണെങ്കിലും അത് നമുക്ക് ഭഗവാൻ നൽകുന്നതിനൊരു കാരണം ഉണ്ടാകുന്ന, അല്ലേ? ഒരു ദുഃഖത്തിനൊരു സുഖമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ എന്നും ദുരിതത്തിൽ കിടത്തുന്നില്ല ഭഗവാൻ. ആ നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായ കർമ്മങ്ങൾ ഉണ്ട് ഈ ഭൂമിയിലെങ്കിൽ അതെല്ലാം അനുഭവിക്കണ്ടേ നമുക്ക്? അതിനുശേഷമല്ലേ ഭഗവാൻ നമുക്ക് മറ്റു കാര്യങ്ങൾ നൽകുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളെ ദുരിതത്തിലും ദുഃഖത്തിലൊന്നും കിടത്തില്ല ഭഗവാൻ. അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കും. അതെങ്ങനെ വേണം? നമ്മൾ കൈവിടാതെ, ഭഗവാനോടുള്ള വിശ്വാസം കൈവിടാതെ, അദ്ദേഹത്തിനോടുള്ള നാമജപങ്ങൾ കൈവിടാതെ നിത്യവും നാമം ജപിക്കുക. ഞാൻ ജപിക്കുന്നു നിത്യവും നാമം, അതിന് എന്തു നാമങ്ങളായിക്കോട്ടെ, അല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപിച്ചൂടെ? നമഃശിവായ നമഃശിവായ നമഃശിവായ, അല്ലേ? നാരായണ 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 നാരായണ. ഏതു നാമം ജപിച്ചാലും നമ്മൾ നാമം ജപിക്കുക. നിത്യവും കാലത്തും വൈകിട്ടും നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും ഉണ്ടാവില്ല. ഭഗവാൻ കൈവിടില്ല. ഭഗവാൻ നിങ്ങളെ എന്തായാലും സംരക്ഷിക്കും, അനുഗ്രഹിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.